കൊള്ളാലോ. ഹായ് ഹായ്. സുന്ദരി മിയക്കുട്ടി. ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി കണ്ടിട്ട്? അതെ, കൊറേ നാളായി. മുടി വളർന്നല്ലോ. മുടി വളർന്നോളൂ. ഇപ്പഴും അലോവേരയാണോ? വേറെയാ? അത് വേറെയല്ല, വേറെയാ. ആ, അത് അല്ല, ശരി. ഈ ഉടുപ്പ് എങ്ങനെ ഒപ്പിച്ചു രണ്ടുപേരും ഒരേപോലെ. അത് നമ്മൾ എങ്ങനെയൊക്കെ തയ്ച്ചതാണ്. ഒരാള് വൈൻ റെഡാ. തയ്ച്ചതാ. ആ, കൊള്ളാം. ഇത് ഉമ്മച്ചി തയ്ച്ചത്. ഉമ്മിയാള് ഇപ്പഴും ഭയങ്കര മിടിക്കുകയാണല്ലോ. ഞങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു. ഞങ്ങളൊക്കെ ഒരു അതെ, ഡ്രസ് ഞങ്ങൾക്ക് ഉടുപ്പ് തയ്ച്ചു തരാൻ എത്ര നാളായി. നമ്മളൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയോ? മെം ബ്ലൂംസ്. മെം ബ്ലൂംസ്. എം ബ്ലൂംസ്. എം എന്ന് വെച്ചാൽ മിയ. മിയ ബ്ലൂംസ്. ഇ എന്ന് വെച്ചാൽ എസ്. ആ, അടുത്ത എം എന്ന് വെച്ചാൽ മെഹക്. ഓ അത് ശരി. അപ്പൊ ഇനി നമുക്ക് ഡ്രസ് വേണേ അവിടെ പോണം. ആ ഫോട്ടോ വെച്ചിട്ടാണോ? ആ ഫോട്ടോ ശരി. ഏത് വീഡിയോക്ക് മോളെ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ വ്യൂസ്, മില്യൺ വ്യൂസ് കിട്ടിയേക്കണേ? ടോപ് സിംഗറിലെ MG സാറിന്റെ ആയിരുന്നു. അതെ, അതെ, അതെ. സാറിനെ മറ്റേ കഥകളി, ചെങ്കഥകളി. കഥകളി പഠിപ്പിച്ചു. ഓക്കെ. പിന്നെ വേറൊരു കാര്യം അറിയോ റമി? ഹിന്ദിയിലും എത്ര അതെ, 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 അതെ. അറിയാമോ? സ്റ്റാറാണ്. ഭയങ്കര ഇന്ത്യ മുഴുവനും ഈ ലോകം മുഴുവനും ആരാധകരാണ് ഇപ്പോ. പിന്നെ ഇന്ത്യൻ ഐഡല്. ഓ അത് ശരി. അതെ, അതെ, അതെ. അതാ നമ്മുടെ ടോപ്പ് സിംഗർ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുക. ടോപ്പ് സിംഗറിന്റെ പിള്ളേരും എല്ലായിടത്തും. ഇതിന്റെ ഇടയ്ക്ക് ആൻസർ കുട്ടി നമ്മളൊന്നും സംസാരിച്ചില്ലല്ലോ. അതെ, നോക്കി നിക്ക ആൻസർ കുട്ടി. ഒരു മദാമെ പോലെ ഉണ്ടല്ലോ. നാളെ ഇതേപോലെ ആവും. മില്യൺസ് വ്യൂസ് ഒക്കെ കിട്ടി അടുത്ത ചാനൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്. അല്ലെങ്കിൽ ആ സീസൺ 4 വന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടാ? വന്നിട്ടുണ്ടോ? അല്ല, അതിൽ കിട്ടാത്തതുകൊണ്ട് Audition സീസൺ 5 നമുക്ക് കാണാൻ പറ്റിയത്. കാണാൻ പറ്റി. അതെ. നല്ല അപ്പോഴാണ് കാര്യമല്ലേ? ഇങ്ങനെ വിളിച്ച റിമി ടോമി എന്നൊക്കെ പോണി ടെയിലിനൊക്കെ വിളിക്കണത്. അതെ അതെ അതെ. ഓക്കെ. നോക്കണില്ലല്ലേ എന്നാ? ഓ ചക്കര ഉണ്ടടാ. നിന്നെ അല്ലാണ്ട് നമ്മൾ ആരെ നോക്കും? പിന്നെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നപ്പോ ഒരു ഹലോ പറയണ്ടേ? നീയല്ലേ ഞങ്ങളുടെ ഇപ്പത്തെ മുത്ത് അല്ലേ? എന്തായാലും ഇപ്പൊ ഏതോ യൂറോപ്പിൽ നിന്നൊക്കെ വന്ന പോലെ ഉണ്ട് കാണാൻ. രണ്ടുപേരും എവിടുന്നാ വരണേ? രണ്ടുപേരും ഞാൻ കൊച്ചിന്നാണ്. ഞങ്ങ കൊച്ചിന്നാണ്. ഞാൻ കൂനമാവിയെന്ന്. വേറെ കാരണം എന്താ? പാട്ടുപാടൻ. അയ്യോ, അതൊരു വല്ലാത്ത ഉത്തരം. ചില ആൾക്കാർ ചോദിക്കേ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുന്നു. അതെ, അത് ചോദിക്കാറുണ്ട്. അതെ, ഞാൻ പണ്ട് ഫോണിൽ പരിപാടി ചെയ്ത സമയത്തെ ഹലോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോ അതെന്താ സംഭവം എന്ന് പറയട്ടെ. റീമി അങ്ങനത്തെ കൗണ്ടറുകളെല്ലാം അടിച്ചോണ്ടിരിക്കണേ. അപ്പൊ റീമി ചോദിച്ചപ്പോ അവർക്ക് എന്ത് പറയണം? ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയാൻ. ഒരു കാര്യം പറയട്ടെ. ബിന്നി മാമിന്റെ ഒരു പൂച്ചയില്ലേ? ഗോവിന്ദൻ. ബിന്നി മാമ് സാന്ന് പറഞ്ഞപ്പോ അതെ പാടി. അതേടാ, ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ കണ്ടിട്ടാണ് ബിനി മാമിന് കുറെ സ്റ്റുഡൻസ് വന്നത്. പൂച്ച വരെ പാട്ട് പഠിപ്പിക്കുന്നത്. പൂച്ചയാണ് കൊള്ളാട്ടാ. ഫ്ലവേഴ്സിന് കൊണ്ടുവരാൻ പാടില്ലേ? അത് പാടിക്കോട്ടെ ഇവിടെ. ഒരു ദിവസം കൊണ്ടുവരാട്ടോ. പൂച്ച വന്നിട്ട് ആൻസറുടെ ചാൻസ് കളയണോ? 2 ഓപ്ഷൻ തരാം. ഒന്നെങ്കിൽ ആൻസർ കഴിക്കാം, അല്ലെങ്കിൽ ഗോവിന്ദന്. ആര് നിർത്തണം? ഇങ്ങനെ തന്നെ തീരുമാനിക്കും. നമുക്ക് തൽക്കാലം ആൻസർ മതി. ആൻസർ മതി. ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. വീടിന്റെ തമ്മിൽ എന്തോ എന്താണ് പ്രശ്നം? ഞാൻ എന്തോ അങ്ങനെ കേട്ടു. എന്താന്ന് നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ല. എന്താണ് പ്രശ്നം? എന്താറിയാവോ? എന്റെ വീട്ടില് ആൻസർ കുട്ടി വാടകയ്ക്ക് താമസിക്കാണ്. ആണോ? എന്നിട്ട് വർഷങ്ങളായിട്ട് ഇതൊരു വാടകന്റെ ഇത് തന്നെ വാടക തന്നിട്ടില്ല. അതെന്താടാ കൊടുക്കാത്ത? അതെന്റെ വീടാണ്. അല്ലല്ല, എന്റെ വീട്ടിലാണ് ആൻസറ കുട്ടി താമസിക്കുന്നത്. അല്ല, എന്റെ വീടാണെന്ന്. അല്ല, എന്റെ വീട്ടില് എന്റെ വീടാണെന്ന്. എന്റെ വീടാ. പൈസ കൊടുക്കാതെ ആൻസർ കുട്ടി വാടകയ്ക്ക് താമസിച്ചു. ഞാൻ പൈസ കൊടുത്ത് ഇതൊരു പൈസ തന്നിട്ടില്ല കേട്ടോ. എന്റെ ദൈവമേ. ഇപ്പൊ എന്താ ചെയ്യണ്ട ഇവിടെ? ഇപ്പൊ നിങ്ങള് ഇതിനൊരു പരിഹാരം കണ്ടെത്തൂ. നിങ്ങൾ പാടി കഴിഞ്ഞിട്ട് നമുക്ക് പരിഹാരം പറയാം. മറ്റൊന്ന് പറഞ്ഞാണ് കറക്റ്റ്. അതല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ശരി, എന്നാ പാട്ട് പാട്ട് വേണം. ഏത് പാട്ടാ? കണ്ണിന് പൊൻകണി. അത് ഏത് സിനിമയിലാ?
ഇതൊന്നും ചൈന പറയണ. അതാ ഞങ്ങൾ ചോദിക്കണേ. സന്മന. സനമനെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് നിങ്ങൾ വഴക്കടിച്ചല്ലേ? ഇപ്പോഴല്ലേ കഥ മനസ്സിലായത്? ഇപ്പൊ പിടികിട്ടി നിങ്ങൾ വഴക്കടിച്ച എന്താന്ന്. ആരുടെയായിരുന്നു? ആരുടെ മ്യൂസിക്? മ്യൂസിക് ജെറി അമൽദേവ് സാർ, ലിറിക്സ് മുല്ലനഴി സാർ. മുല്ലനേഴി. മുല്ലനഴി സാർ. സിനിമയുടെ ഇയർ 1986. ഓക്കെ ഓക്കെ കറക്റ്റ്. സിനിമ എനിക്ക് സിനിമയുടെ പേരൊന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ പാടാൻ പറ്റുള്ളൂ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. കുട്ടിക്ക് വീട് കിട്ടി. ഓക്കെ ഓക്കെ അല്ലേ? ആ റെഡി. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി നിന്റെ നടനടത്തം ഈ പടവടത്തം പിന്നെ തിടുക്കത്തിലൊടുക്കത്തെ നാവേറും നിന്റെ മിടുമിടുപ്പും ഈ മുറുമുറുപ്പും പിന്നെ കൊക്കി കൊക്കി കൊത്തിക്കേറും പെൺപോരും. ഈ വേഷങ്ങളെല്ലാം മോശം നിന്റെ ആശയ്ക്കും വാശിക്കും നാശം. കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി നിന്റെ പളപളപ്പും ഈ കുതികുതിപ്പും പിന്നെ വമ്പും കൊമ്പും തുമ്പിക്കൈയും കെങ്കേമം. ഞാൻ കളിച്ചാൽ നീ പറക്കും പിന്നെ ചക്കടമടലും ചങ്കുഞ്ഞാനും പെപ്പേ. ഈ വേഷങ്ങളെല്ലാം മോശം നിന്റെ ആശയ്ക്കും ആശിക്കും നാശം. കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി കണ്ണിനു പൊൻകണി കാതിനു തേൻകണി എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി കാലയ്ക്ക് അടിച്ച് പൊളിച്ചു ഇവിടെ. അപ്പൊ ആൻസർ കുട്ടി
എന്തായാലും കുറച്ചും കൂടി എനർജി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി പാടിയപ്പോ. പിന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഇപ്പൊ എല്ലാം കൂടി പക്ഷെ നോക്കുമ്പോ പെൺപോര് നല്ലതായിരുന്നു. പെൺപോര് നല്ലായിരുന്നു. അവര് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവര് അതെ നന്നായിട്ട്. ആ പാട്ട് അതിനൊരു ഇച്ചിരി മാർക്ക് കൊടുക്കാം. അതെ അതെ ഒരു 93. ആ, 93. 92-നെ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത കിടന്ന് ബഹളം വെച്ചു അടിപിടി കൂടി. ഞങ്ങളെയൊക്കെ ഞങ്ങൾ ചീത്ത പറയണ പറഞ്ഞു. ഒന്നും കേൾക്കുന്നില്ല. ജഡ്ജസിനെയൊക്കെ ഞാൻ കേക്കും ഒരു 95 കൊടുത്തുവിടാ അല്ലേ? ഒരു കാര്യം ചെയ്യ്, പാവങ്ങളല്ലേ 96 കൊടുത്തരെ. അത് വേണ്ട 96 വേണ്ട. 96. മിയക്കുട്ടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി രക്ഷപ്പെട്ടു. ആ, അതെ അതെ 96 എങ്കിലും കിട്ടി. ആ, ഓക്കെ ആ, അപ്പൊ- റെഡി. അപ്പൊ ഇന്നത്തെ മാർക്ക് ആ 100 ഔട്ട് ഓഫ് 100. കാതിനു തേൻകനി എന്നാലും ഇന്നെന്റെ അപ്പൊ happy അല്ലേ? Solution കിട്ടിയില്ലേ ഇപ്പൊ? റിമി ചേച്ചി, അപ്പൊ ഇവരുടെ പിണക്കൊക്കെ എന്തായാലും തീർന്നല്ലോ. അപ്പൊ അതോടുകൂടി നമുക്ക് ഇങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം എപ്പിസോഡ്. യെസ്. ഓക്കെ, ആ സന്തോഷത്തില് അതെ. നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങളും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.